ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചെറിയ ചിന്ത, സഭാപ്രസംഗി 3-ാം അധ്യായം 1-ാം വാക്യം. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലം ഉണ്ട്. അതിനുശേഷം നാം വായിക്കുമ്പോൾ, വിതപ്പാനും കൊയ്യുവാനും ഒരു കാലം നിശ്ചയിച്ചു, ജനിപ്പാനും മരിപ്പാനും ഒരു കാലം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്നു, ചിരിപ്പാനും കരയുവാനും ഒരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്, യുദ്ധത്തിനൊരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്, സമാധാനത്തിനൊരു കാലം നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം തമ്പുരാൻ്റെ അറിവോടാണ്. കർത്താവ് വചനത്തിൽ പറയുന്നതിന് വള്ളിയോ പുള്ളിയോ മാറ്റമില്ല. അത് ഒരു മനുഷ്യനും അത് മാറ്റുവാൻ സാധിക്കുകയില്ല. ചെറിയ 2-3 ചിന്തകൾ ഞാൻ പങ്കുവയ്ക്കട്ടെ. ഭൂമിയിലുള്ള സകല കാര്യത്തിനും തമ്പുരാൻ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. പ്രകൃതിയിൽ നടക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ്. കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതിനെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ദൈവം തമ്പുരാൻ ഉണ്ട്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിലെ അവസ്ഥകൾ, ജനനവും മരണവും, നമ്മുടെ സന്തോഷവും നമ്മുടെ സന്താപവും, യുദ്ധങ്ങൾ, സമാധാനവും, ഇതെല്ലാം ദൈവത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ഇതിനൊന്നും ഒരു മാറ്റവുമില്ല. മൂന്നാമത്, നമ്മുടെ ഉള്ള അവസ്ഥയിൽ നാം ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. സകല കാര്യങ്ങളും ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണെന്ന് നാം വിശ്വസിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഒക്കെ വരുമ്പോൾ ദൈവത്തെ അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. ഞാൻ നിന്നെ അനാഥനായി വിടുന്ന ദൈവമല്ല, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിൻ്റെ കൂടെയുണ്ട്. ഈ വാഗ്ദത്തത്തിൽ നമുക്ക് വിശ്വസിക്കാം. തമ്പുരാനെ ഓരോന്നിനും ഒരു കാലം അവിടെ നിന്ന് നിശ്ചയിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ഇല്ലായ്മയിൽ, ഞങ്ങളുടെ ഉള്ള അവസ്ഥയിൽ മനസ്സിലാക്കുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. മനുഷ്യരെല്ലാം മാറിപ്പോയാൽ മാറ്റമില്ലാത്ത ദൈവസ്നേഹത്തിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്നു. അവിടുന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തെ നയിക്കണേയെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം. ഒരു പുതിയ ദിവസം തന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് വെനസ്വേലയുടെ പ്രദേശത്ത് ഉണ്ടായ ഭൂകമ്പത്തിൽ അനേകരുടെ മരണങ്ങൾ സംഭവിച്ചു. കർത്താവെ, എല്ലാവർക്കും ഒരു സമാധാനം, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണം. അനേകർക്ക് തങ്ങളുടെ ജീവനെ വെടിയേണ്ടതായിട്ട് വന്നു. കർത്താവെ, എല്ലാ കാര്യങ്ങളും അവിടുത്തെ നിയന്ത്രണത്തിലാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാറ്റിനും ഒരു കാലം അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിലുള്ള അവസ്ഥയിൽ പൂർണ്ണമായിട്ട് ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന്, ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.